ഇന്നത്തെ സുവിശേഷത്തിലെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥയാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ ഈശോ തുറന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. വളരെ നമുക്ക് ഇന്ന് കിട്ടേണ്ട വലിയൊരു കൃപ ഇതാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ടോ? അത്രമാത്രം ഓപ്പൺ ആണോ നമ്മുടെ ഹൃദയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ? ഒരുപക്ഷെ നമ്മുടെ ഹൃദയം ഈ ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളാലും ഇങ്ങനെ വ്യഗ്രമായിരിക്കും, അല്ലെ? ഒരുപാട് വ്യഗ്രതയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും. നമ്മുടെ ഹൃദയം മുഴുവൻ, മനസ്സ് മുഴുവൻ ഒരുപാട് ലൗകികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈശോ വന്നിട്ട് പറയുകയാണ്, ഈശോ ഈ ഹൃദയം തുറക്കുകയാണ്. ഈ ഹൃദയം തുറക്കുമ്പോൾ എന്തുണ്ടാകും? ഈശോ ഹൃദയം തുറന്ന് അതിനെ വിശുദ്ധീകരിക്കുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ ഹൃദയം അവൻ തുറന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇപ്പൊ നമുക്ക് വചനങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു ധ്യാനം കൂടുമ്പോഴേക്കുള്ള ഒരു ഇഫക്റ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെ? ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മുടെ ശാന്തമായ ഒരു ഇടത്തിലേക്ക് കയറുന്നു. പിന്നീട് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ വളരെ ഏകാഗ്രമായിട്ട് വചനം കേൾക്കാനായിട്ട് ഇരിക്കുന്നു. അപ്പൊ കേൾക്കുന്ന വചനങ്ങൾക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പൊ കേൾക്കുന്ന വചനങ്ങൾ അതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര നല്ല ഏകാഗ്രമായിട്ട് ആ വചനം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം എന്താണ്? മറ്റു തിരക്കുകളിൽ നിന്നെല്ലാം മാറി വളരെ ശാന്തമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈശോയുടെ കൂടെ നടക്കുമ്പോൾ ഈ ശിഷ്യന്മാരും പല കാര്യങ്ങളെ കുറിച്ച് വ്യഗ്രചിത്തരായിരുന്നു. ഈശോ വന്നിട്ട് അവരുടെ മനസ്സ് തുറക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഈശോ അവരുടെ ഇടയിലൂടെ വന്ന് അവർക്ക് ഒരു ശാന്തതയൊക്കെ നൽകുകയാണ്. അപ്പോൾ ഈശോ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സിൽ ഇതാകുന്നുണ്ട്. ഇന്നത്തെ വചനഭാവം വായിച്ചു കഴിയുമ്പോൾ ദൈവവചനം ഗ്രഹിക്കാൻ തക്കവിധം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാം, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാം. അങ്ങനൊരു തുറവ് നമ്മുടെ ഈശോയിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം. അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.